സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലെത്തുന്ന ദിവസം 3 നേരം പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാറുണ്ട്. ഇന്ന് എനിക്ക് തലക്കടികിട്ടിയതുപോലെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാന്നൊരു തോന്നൽ. അതിന്റെ ഇടയ്ക്ക് നിങ്ങളിത് കാണുന്നുണ്ടോ? മൈലാഞ്ചി. അപ്പൊ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ചിക്കൻ കറി. മുന്നറിയിപ്പുണ്ട്, ഇതൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്, കാരണം ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ നമ്മൾ ചട്ടി വെച്ചു, ഗ്യാസ് ഓണാക്കി ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, അതിലേക്ക് സവാള ഗിരിഗിരി എന്നിട്ട് ഗിരിഗിരി നമ്മൾ വഴറ്റിയെടുത്ത് അതിലേക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്തു. വീണ്ടും ഒരു മുന്നറിയിപ്പുണ്ട്, ഞാൻ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും, മൈൻഡ് ചെയ്യണ്ട. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വീണ്ടും ഇളക്കി, കൊഞ്ചം കറിവേപ്പില വെതറി ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ടു. തക്കാളി ഇതിൽ കിടന്നൊരു പ്ലിക്കോ പരുവത്തിലെത്തണം എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ വാരി വെതറാം. അളവ് ചോദിക്കേണ്ട, ഒക്കെ ഇട്ടു. പാകത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി ആൻഡ് നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ മസാല. ഇതൊക്കെ കൂടിപ്പോയാലേ എനിക്ക് പ്രശ്നമില്ല, ഞാനല്ലേ കഴിക്കണുള്ളൂ. ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്തു. കുറച്ച് ചൂടുവെള്ളം കോരി ഒഴിച്ച് അങ്ങോട്ട് ഗ്രേവി ആക്കി അതങ്ങോട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കന്റെ പീസുകൾ അതിലിട്ട് അങ്ങോട്ട് മുക്കിക്കൊല്ല. എനിക്കെന്താ ചിക്കൻ കാലുണ്ടല്ലോ. ഇളക്കുന്നു, അടയ്ക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തുറന്നു നോക്കി നിർവൃതി അടയും. സൂപ്പർ ആയിട്ടില്ലേ? ആ സന്തോഷത്തിൽ നമുക്ക് 2 സ്റ്റെപ്പ് ഇട്ടാലോ? ചിക്കൻ കറി ഓൾമോസ്റ്റ് ആയപ്പോഴേക്കും എന്റെ മേലെ വീണ്ടും കുറച്ച് കറിവേപ്പില വെതം. എന്തായാലും ഉണ്ടാക്കുമല്ലേ, ഡെക്കറേഷൻ ഇരിക്കട്ടത്. പുറത്ത് നല്ല മഴ, അകത്ത് നല്ല അടിപൊളി ചിക്കൻ കറി. അടിപൊളിയാന്ന് ഞാൻ തന്നെ അങ്ങ് പറയുക. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ആരെങ്കിലും വെച്ചിട്ട് കൊള്ളൂല്ലെങ്കിൽ എന്നെ ഓർക്കുകയേ ചെയ്യരുത്. അപ്പൊ ഞാൻ ചോറ് കഴിക്കട്ടെ. ബൈ.